നമസ്കാരം. ജാതക കഥകളിലെ 69ാമത്തെ കഥ മൃഗങ്ങളുടെ ഭാഷ. കാശിയിലെ രാജാവായ സേനകൻ ഒരു ദിവസം തോട്ടത്തിൽ കൂടി നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു പാമ്പിനെ കുറേ കുട്ടികൾ കല്ലും മണ്ണും വാരിയെറിയുന്നത് കണ്ടു. രാജാവ് കുട്ടികളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ആ പാമ്പ് ഭൂമിയിലേക്ക് വന്ന നാഗരാജാവായിരുന്നു. തൻ്റെ ജീവൻ രക്ഷിച്ച രാജാവിനോട് നാഗരാജാവിന് വലിയ പ്രീതി തോന്നി. മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കാനുള്ള മന്ത്രം അദ്ദേഹം രാജാവിന് ഉപദേശിച്ചു കൊടുത്തു. അതോടെ മൃഗങ്ങൾ പറയുന്നതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് രാജാവിനുണ്ടായി. പക്ഷേ നാഗരാജാവ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ഈ മന്ത്രം മറ്റാർക്കെങ്കിലും ഉപദേശിച്ചു കൊടുത്താൽ ആ നിമിഷം നിങ്ങൾ മരിക്കും. ഒരു ദിവസം രാജാവ് അമൃതേത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഇത്തിരി ശർക്കര താഴെ വീണു. അത് കണ്ട് കുറേ ഉറുമ്പുകൾ ഓടിക്കൂടി. അതിലൊരു കുട്ടിയുറുമ്പ് ആർത്തു വിളിച്ചു, കൂട്ടരെ, ഇതാ രാജാവിൻ്റെ ശർക്കര വണ്ടി മറിഞ്ഞേ, ഓടി വന്ന് ഇതെല്ലാം തിന്നു തീർക്കണേ. ഉറുമ്പുകളുടെ ഈ പറച്ചിൽ കേട്ട് രാജാവ് പൊട്ടിച്ചിരിച്ചു. അത് കേട്ട റാണി ആലോചിച്ചു, രാജാവ് എന്തിനാണ് പൊട്ടിച്ചിരിക്കുന്നത്? അമൃതേത്ത് കഴിഞ്ഞ് രാജാവ് പീഠത്തിൽ ഇരുന്നു. ഈ സമയം പരിചാരകർ വന്ന് രാജാവിന് സുഗന്ധം പൂശും. അതാണ് പതിവ്. അപ്പോൾ അവിടേക്ക് ഒരു ആണീച്ചയും പെണ്ണീച്ചയും മൂളിപ്പറന്നു വന്നു. ആണീച്ച പറഞ്ഞു, പ്രിയേ, നമുക്ക് പ്രണയലീലകളിൽ ഏർപ്പെടാം. അപ്പോൾ പെണ്ണീച്ച പറഞ്ഞു, ഇപ്പോൾ തിരുമേനിയെ സുഗന്ധം പൂശാൻ പരിചാരകർ വരും. ആ സുഗന്ധത്തിന് മുഴുകി നമുക്ക് പ്രേമലീലകളിൽ ഏർപ്പെടാം. ഈച്ചകളുടെ ഈ സംഭാഷണം കേട്ടപ്പോഴും രാജാവ് പൊട്ടിച്ചിരിച്ചു. അപ്പോഴും റാണി വിചാരിച്ചു, ഇദ്ദേഹം എന്തിനാണ് പൊട്ടിച്ചിരിക്കുന്നത്? രാത്രിയിൽ രാജാവ് ആഹാരം കഴിച്ചപ്പോൾ ഇത്തിരി ചോറ് താഴെ വീണു. അപ്പോഴും ഉറുമ്പുകൾ ഒച്ചവച്ചു, അയ്യോ, ഒരു വണ്ടി ചോറ് താഴെ വീണേ. അത് കേട്ടപ്പോഴും രാജാവ് പൊട്ടിച്ചിരിച്ചു. ഇക്കുറി രാജ്ഞിക്ക് ജിജ്ഞാസ അടക്കാനായില്ല. അവർ ചോദിച്ചു, പ്രഭോ, അങ്ങെന്തിനാണ് ഇടയ്ക്കിടെ പൊട്ടിച്ചിരിക്കുന്നത്? നിനക്കിതറിഞ്ഞിട്ട് എന്തു വേണം? രാജാവ് ചോദിച്ചു. പക്ഷെ രാജ്ഞി വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരുന്നു. രാത്രി കിടപ്പറയിലെത്തിയപ്പോഴും രാജ്ഞി ഇത് തന്നെ ചോദിച്ച് രാജാവിനെ ശല്യപ്പെടുത്തി. അവസാനം തനിക്ക് ജന്തുക്കളുടെ ഭാഷ അറിയാം എന്ന കാര്യം രാജാവ് പറഞ്ഞു. അതെങ്ങനെ വശായി എന്നായി രാജ്ഞി. അപ്പോൾ തനിക്ക് ലഭിച്ച മന്ത്രത്തിൻ്റെ കാര്യം രാജാവ് വെളിപ്പെടുത്തി. അത് കേട്ടപ്പോൾ ആ മന്ത്രം തനിക്കും പഠിക്കണമെന്ന് രാജ്ഞി ശഠിക്കാൻ തുടങ്ങി. രാജാവ് പല ഒഴികഴിവുകളും പറഞ്ഞു. അതുകൊണ്ടൊന്നും രാജ്ഞി അടങ്ങിയില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, പ്രിയേ, ഞാൻ ഈ മന്ത്രം ആർക്കെങ്കിലും ഉപദേശിച്ചു കൊടുത്താൽ ആ നിമിഷം ഞാൻ മരിക്കും. മന്ത്രം പഠിപ്പിക്കാതിരിക്കാൻ അങ്ങ് സൂത്രം പറയുകയാണ് എന്നായി രാജ്ഞി. എത്രയായിട്ടും മന്ത്രം പഠിക്കാനുള്ള രാജ്ഞിയുടെ ശാഠ്യം തീർന്നില്ല. രാജ്ഞിയുടെ ആ നിർബന്ധത്തെ അവഗണിക്കാനാവാതെ രാജാവ് വിഷമിച്ചു. ഒടുവിൽ രണ്ടും നിശ്ചയിച്ച് രാജ്ഞിയെ മന്ത്രം പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു, നാളെ ആകട്ടെ, മന്ത്രം പഠിപ്പിച്ചു തരാം. ബോധിസത്വൻ ഈ കാലത്ത് രാജാവായ ശക്രനായി സ്വർഗത്ത് കഴിയുകയാണ്. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് സേനകൻ്റെ ഈ വിഡ്ഢിത്തം മനസ്സിലാക്കി. ശക്രൻ വിചാരിച്ചു, ഈ പെണ്ണിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സ്വന്തം ജീവൻ ഉപേക്ഷിക്കാൻ പോവുകയാണ് രാജാവ്. ഈ വങ്കത്വത്തിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കണം. അതിനായി ശക്രൻ തൻ്റെ പത്നിയുമായി ഭൂമിയിലേക്ക് വന്നു. പിറ്റേന്ന് രാവിലെ അവസാനമായി നഗരമൊന്ന് ചുറ്റിക്കാണാൻ രാജാവ് ഒരുങ്ങി. തേരാളിയെ വിളിച്ച് രഥമൊരുക്കാൻ പറഞ്ഞു. അയാൾ 2 സിന്ധിക്കുതിരകളെ പൂട്ടി രഥമൊരുക്കി. രഥത്തിനു മുന്നിൽ ശക്രനും ഭാര്യയും ആണാടും പെണ്ണാടും ആയി വന്നു നിന്നു. അവരെ കുതിരകൾക്കും രാജാവിനും മാത്രമേ കാണാൻ കഴിയൂ. മറ്റാളുകൾക്ക് കാണാനാവില്ല. ആടുകൾ പെരുവഴിയിൽ രഥത്തിൻ്റെ മുന്നിൽ നിന്ന് ഇണചേരാൻ തുടങ്ങി. അത് കണ്ട ഒരു കുതിര പറഞ്ഞു, ഈ ആടുകൾക്കൊരു വകതിരിവുമില്ല. ഒളിവും മറവുമില്ലാതെ പെരുവഴിയിൽ നിന്ന് ഓരോന്ന് ചെയ്യുന്നു, വിഡ്ഢികൾ. അത് കേട്ട ആണാട് കുതിരയോട് പറഞ്ഞു, ശരിയായ വിഡ്ഢി നീയാണ്. നിന്നെക്കാൾ വിഡ്ഢിയാണ് നീ ചുമക്കുന്ന രാജാവ്. ആടിൻ്റെ ഈ അഭിപ്രായം കേട്ട് കുതിര അത്ഭുതപ്പെട്ടു. അവൻ ചോദിച്ചു, ആടേ, നീ എന്താണ് അങ്ങനെ പറയുന്നത്? ജന്തുക്കൾക്കെല്ലാം വിലപ്പെട്ടത് അവനവൻ്റെ ജീവനാണ്. ഒരു പെണ്ണിൻ്റെ കഥയില്ലാത്ത വാക്ക് കേട്ട് സ്വന്തം ജീവൻ നശിപ്പിക്കാൻ ഒരുങ്ങുന്ന ഈ രാജാവ് വിഡ്ഢിയല്ലെങ്കിൽ പിന്നെ ആരാണ് വിഡ്ഢി? ആടിൻ്റെയും കുതിരയുടെയും സംഭാഷണം രാജാവ് കേട്ടു. അത് അദ്ദേഹത്തിന് ഒരു പുതിയ വെളിച്ചം നൽകി. അദ്ദേഹം ബഹുമാനത്തോടെ ആടിനോട് ചോദിച്ചു,
ആടെ, അങ്ങ് സാധാരണക്കാരനല്ല. എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അങ്ങ് ഇത് പറയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മന്ത്രം പഠിപ്പിക്കാമെന്ന് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വാക്ക് കൊടുത്തുപോയി. ഇനി എന്തു ചെയ്യും? രാജാവേ, ഞാൻ ശക്രനാണ്. അങ്ങയെ ഈ സാഹസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ഞാൻ വന്നത്. അങ്ങൊരു കാര്യം ചെയ്യൂ. ജീവൻ്റെ വില എന്തെന്ന് ഭാര്യയെ ബോധ്യപ്പെടുത്തൂ, ശക്രൻ പറഞ്ഞു. അതിനെന്താണൊരു വഴി? രാജാവ് ചോദിച്ചു. അപ്പോൾ ശക്രൻ രാജാവിനെ അടുത്തു വിളിച്ച് രഹസ്യമായി ഒരു തന്ത്രം പറഞ്ഞുകൊടുത്തു. രാജാവ് രഥം ഓടിച്ച് ഉദ്യാനത്തിലെത്തി. മന്ത്രം സ്വീകരിക്കാനായി അവിടെ എത്താൻ രാജ്ഞിയെ അറിയിച്ചു. ഇത്തിരി നേരത്തിനുള്ളിൽ രാജ്ഞി അവിടെ എത്തി. രാജാവ് രാജ്ഞിയോട് പറഞ്ഞു, പ്രിയേ, നിനക്ക് ഈ മന്ത്രം പഠിക്കണമെന്ന് നിർബന്ധമാണോ? അതെ പ്രഭു, രാജ്ഞി പറഞ്ഞു. എന്നാൽ ഈ മന്ത്രം പഠിക്കുന്നതിൽ ചില വ്യവസ്ഥകളുണ്ട്. അതനുസരിച്ച് മന്ത്രം ഉപദേശിച്ചാലേ ഫലപ്പെടൂ, രാജാവ് പറഞ്ഞു. പ്രഭു, എന്താണ് വ്യവസ്ഥ? രാജ്ഞി ആകാംക്ഷയോടെ ചോദിച്ചു. മന്ത്രം ഉപദേശിക്കുന്നതിനു മുമ്പ് നിന്നെ മുക്കാലിയിൽ കെട്ടി 100 അടിയടിക്കും. ഒരു ഞരക്കം പോലും കേൾക്കരുത്. കേട്ടാൽ മന്ത്രം ഫലപ്പെടില്ല. എന്താ, സമ്മതമാണോ? അടി കൊണ്ടാലും വേണ്ടില്ല, മന്ത്രം പഠിച്ചാൽ മതി രാജ്ഞിക്ക്. അവർ അത് സമ്മതിച്ചു. മുക്കാലിയിൽ കെട്ടി രാജ്ഞിയെ അടിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു. സേവകന്മാർ രാജ്ഞിയെ അടിക്കാൻ തുടങ്ങി. ചാട്ട കൊണ്ടുള്ള ആദ്യത്തെ അടിയേറ്റപ്പോൾ തന്നെ രാജ്ഞി വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ രാജാവ് പറഞ്ഞു, നിനക്ക് മന്ത്രം പഠിക്കണ്ടേ? വേണ്ടായേ, എനിക്ക് മന്ത്രം പഠിക്കണ്ടായേ, രാജ്ഞി നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴും അടി തുടർന്നു. ഞാൻ മരിച്ചാലും മന്ത്രം പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞവളല്ലേ നീ? മരണത്തേക്കാൾ വലുതല്ലല്ലോ അടി. നീ കുറച്ച് സഹിക്ക്, രാജാവ് പറഞ്ഞു. റാണി അടിയേറ്റു പുളഞ്ഞുകൊണ്ട് കരഞ്ഞു. കുറച്ചു കഴിഞ്ഞ് രാജ്ഞിയെ കെട്ടഴിച്ചു വിടാൻ രാജാവ് ആജ്ഞാപിച്ചു. അതോടെ രാജ്ഞിയുടെ ദുശാഠ്യമെല്ലാം മാറി. പിന്നീട് ഒരിക്കലും അവർ രാജാവിൻ്റെ അടുത്ത് ഒരു കാര്യത്തിനും നിർബന്ധം പിടിച്ചിട്ടില്ല. നന്ദി.